ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നും നമ്മൾ കേക്ക് വ്ളോഗായിട്ടും കേക്കിൻ്റെ ഡെക്കറേഷനായിട്ടൊക്കെ അല്ലേ വരിക. അപ്പോൾ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. ഈ പിക്ചേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ട്രിപ്പ് എവിടേക്കാന്നുള്ളത്. അത് ഹൈദരാബാദ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ കേക്കുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യാണ്. ഒരു 8 ദിവസം കേട്ടോ. നമ്മൾ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ഗ്യാപ്പ് വരുന്നത്. നമ്മൾ ഇത്രയും ദിവസം കേക്കുകൾ ചെയ്യാതിരുന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഇതേപോലൊരു ട്രാവൽ വ്ളോഗ് ഇടുന്നത്. നമ്മൾ കേക്ക് വ്ളോഗും അതുപോലെ തന്നെ കേക്കിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇടാറുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഇടുന്നതിൻ്റെ കുറവുകളൊക്കെ ഇതിനകത്തുണ്ട്. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ആ കുറവുകളൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പോകുന്ന ദിവസത്തിൽ കേക്ക് ഓർഡേഴ്സ് ഒന്നും എടുക്കുന്നില്ല എന്നായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജ് ഓൺ ചെയ്തിട്ട് പോകാൻ പറ്റില്ല. ഇടിയൊക്കെ ഉള്ളതുകൊണ്ട് ഓൺ ചെയ്ത് വെച്ചിട്ട് പോകാൻ പറ്റില്ല. പിന്നെ പെട്ടെന്ന് രാവിലെ തന്നെ ഓഫ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അത് ഡ്രൈ ആവില്ലല്ലോ. അതുകൊണ്ട് തലേദിവസം ഓഫ് ചെയ്തിടാമെന്നായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം ഒരു ഓർഡർ എടുക്കേണ്ടി വന്നു. ഈ ഒരു കേക്കായിരുന്നു കേട്ടോ, 2 kg 2 ഡാർ കേക്കായിരുന്നു. ഓഗി തീമിലായിരുന്നു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഓർഡർ എടുത്തു. രാവിലെ 6 മണിക്ക് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ടൈം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് രാവിലെ 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ ഡെലിവറി ചെയ്തു കേട്ടോ. പാക്കിംഗ് ഒക്കെ നമ്മൾ തലേദിവസം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 1:30-ക്കായിരുന്നു കേട്ടോ ട്രെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. മീനൂട്ടി ആദ്യമായിട്ടാണ് കേട്ടോ ട്രെയിനിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആൾക്ക്. വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് വിൻഡോ സീറ്റ് തന്നെയായിരുന്നു കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇതൊരു ട്രിപ്പ് മാത്രമല്ല കേട്ടോ, എൻ്റെ ബ്രദർ ഉണ്ട് അവിടെ. അപ്പോൾ ആൾ പുതിയ ഫ്ലാറ്റ് എടുത്തിട്ട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മെയിനായിട്ട് അങ്ങോട്ടാണ് യാത്ര. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഡേ അവിടെ എത്തി. ഇത് ഫ്ലാറ്റിലുണ്ടായിരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ചെയ്തിട്ട് അങ്ങോട്ട് ഡെലിവറി ചെയ്തതാണ്. ഇത് വുഡാണ് കേട്ടോ, വുഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ താഴെയായിട്ട് പാർക്കുണ്ട്. അപ്പോൾ അതിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വൈകുന്നേരം ആയപ്പോൾ പോയി. പിന്നെ അത് മീനുട്ടിയും പിന്നെ അത് ഏട്ടൻ്റെ മോളാണ്. അവിടുത്തെ ഒറ്റ ഐറ്റം വിട്ടിട്ടില്ല കേട്ടോ. എല്ലാത്തിലും കയറി കളിക്കാനായിരുന്നു. വിളിച്ചാൽ പോലും വരുന്നുണ്ടായിരുന്നു കേട്ടോ, അത്ര കളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഒരു നൈറ്റ് ഡ്രൈവിന് പോയിട്ടോ. ഇത് അടുത്ത സെക്രട്ടേറിയറ്റ് ആണ്. നൈറ്റിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് അംബേദ്കർ സ്റ്റാച്ചു ഉള്ളത്, ഹുസൈൻ സാഗറിൻ്റെ അടുത്ത്. ഇത് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഇനോഗ്രേഷൻ കഴിഞ്ഞ ഏപ്രിലാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് വന്നിട്ട് 125 ഫീറ്റാണ്. ഞാൻ അവിടെ ഇരുന്നിട്ട് സെർച്ച് ചെയ്തിട്ടാണ് കേട്ടോ കണ്ടുപിടിച്ചത്. സ്റ്റാച്ചുവിൻ്റെ ഹൈറ്റ് മാത്രം കേട്ടോ. പിന്നെ അതിൻ്റെ പ്ലിന്ത് ഏരിയ വന്നിട്ട് 85 ഫീറ്റ് അങ്ങനെ എത്രയോ ഹൈറ്റ് ഉണ്ട്. ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. രാത്രി 11:45 കേട്ടോ സമയം. ഹുസൈൻ സാഗറിൻ്റെ സൈഡിലൊക്കെ കേക്ക് കട്ടിങ്ങിന് കുറേ പേര് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളും അവിടെ നിന്ന് ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് പോന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഒരു സയൻസ് മ്യൂസിയത്തിലേക്ക് പോയിട്ടോ. അവിടെ എന്തോ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാണുമ്പോൾ ഇതുപോലൊരു ബിൽഡിങ്ങാണ്. പക്ഷേ ഇതിനകത്ത് ഒത്തിരി കാണാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളാരെങ്കിലും ഹൈദരാബാദ് പോവുകയാണെങ്കിൽ ഇത് മിസ്സാക്കരുത്. കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം സോളാർ സിസ്റ്റത്തിനെ കുറിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഇതേപോലെ സയൻറ്റിസ്റ്റിനെ കുറിച്ചുള്ള നോട്ട്സും അതുപോലെ അവരുടെ തിയറിയും അവരുടെ അച്ചീവ്മെൻറ്റ്സൊക്കെ ഇതേപോലെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മുഴുവനൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ മീനുട്ടി ഒന്നും അറിയണമെന്നില്ല, അവൾക്കൊന്നും മനസ്സിലാവണമെന്നില്ല. എങ്കിലും ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്കിലും എല്ലാം അവിടെ നടന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതേപോലെയുള്ള ഓരോ ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ ആൾക്കൊക്കെ അറിയുന്നതുകൊണ്ട് ആളെല്ലാത്തിലും കയറി ഇതേപോലെ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് ഒരുപാട് കാണാനുണ്ട്. കാരണം നമുക്ക് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ തീരില്ല, അത്രയെങ്ങാനും കാണാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ എടുത്തതാണ് കേട്ടോ. ഇത് പിന്നെ ഇതേപോലെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ജനറേഷൻസ് അതുപോലെ ക്യാമറയുടെ ജനറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പീസസും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഓരോ ജനറേഷനിലുള്ളത് അവരവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോട്ട്സ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത് കാണാനും പറ്റും കേട്ടോ. അതേപോലെയുള്ള കമ്പ്യൂട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്യാമറാസിൻ്റെ ജനറേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് ക്യാമറ മുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോഴത്തെ സ്മാർട്ട് ഫോൺ വരെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതേ നമ്മൾ കാണുന്നത് വേൾഡ്സ് ലാർജസ്റ്റ് ക്യാമറയാണ് കേട്ടോ. ഒത്തിരി ലെങ്ത്തിൽ. പിന്നെ ഇതേ ഇവിടെ ഒരു ഫിലിം വയ്ക്കുന്ന പോലെയുള്ള സ്പേസൊക്കെ ഉണ്ട്. ആ ഒരു ക്യാമറ ലിഫ്റ്റ് ചെയ്യുന്നൊരു ഫോട്ടോ മുകളിൽ പിക്ചർ വെച്ചിട്ടുണ്ട്. കുറേ പേര് തന്നിട്ടാട്ടോ അത് ലിഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ക്യാമറാസ് നമ്മൾ മുൻപ് ഉപയോഗിച്ച മുതൽ ഇപ്പോഴത്തെ ഐഫോൺ വരെയുള്ള ക്യാമറാസിൻ്റെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു.
രണ്ടുപേരും ഓടി ക്ഷീണിച്ചിട്ട് വന്നിട്ട് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. അടുത്തത് ബോഡി പാർട്സിൻ്റെ ഒരു റൂമിലേക്കാണ് കേട്ടോ പോയത്. ഇതേപോലെ സ്കെൽട്ടൺ സിസ്റ്റം, അതുപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്സൊക്കെ ഓരോന്നും ഡെമോ ആയി കാണിച്ച് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇതേപോലെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലുള്ള കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളവിടെ ഒരു ഷോ ഉണ്ടായിരുന്നു. നമ്മളെ ശരിക്കും സ്പേസിലേക്ക് കൊണ്ടുപോകും. നമ്മൾ മുകളിൽ ഇരുന്ന് ഭൂമിയും അതുപോലെ തന്നെ വേറെ ഗ്രഹങ്ങളൊക്കെ കാണുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ശരിക്കും അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ ഡീറ്റെയിൽസും അതുപോലെ യൂണിവേഴ്സിനെ കുറിച്ചിട്ടും ഗാലക്സിനെ കുറിച്ചിട്ടൊക്കെ അവർ നമുക്കതിൽ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അടുത്ത് നമ്മൾ പോയത് ഡൈനോസറിസം എന്ന് പറഞ്ഞ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. ഡൈനോസറിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ സ്കെൽട്ടൺസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മീനൂട്ടിക്ക് സ്കെൽട്ടൺ കണ്ടപ്പോൾ മനസ്സിലായിട്ടോ, കാരണം ആൾ ബാലവീർ കാണുന്ന ആളായിരുന്നു. ബാലവീറിൽ ഡൈനോസറിൻ്റെ ഒരു എപ്പിസോഡുണ്ട്, ഒരു എപ്പിസോഡല്ല കുറച്ച് എപ്പിസോഡ്സ് ഉണ്ട്. അപ്പോൾ അവൾക്ക് മനസ്സിലായി അത് ഡൈനോസറാണ് എന്നുള്ളത്. അപ്പോൾ അവിടെ ഡൈനോസറിൻ്റെ ജനറേഷൻ്റെ ഇതേപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഫോസിൽസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ കുറേ ടൈപ്സ് ഡൈനോസേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസൊക്കെ അതിനകത്തുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ട് ഇല്യൂഷൻസ്, പക്ഷേ ഇതിൽ അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കണ്ടവരണം കേട്ടോ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. നമ്മൾ ഒരു ബോക്സിനകത്ത് അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതേപോലെ കൈയും കാലൊക്കെ വേറെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഒരു ബോക്സിൻ്റെ തന്നെ അടുത്ത സൈഡിലായിട്ട് ഒരു കീ ഹോൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ കീ ഹോളിൽ കൂടെ നോക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ഡോള് നിൽക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. അടുത്തത് ഇൻഫിനിറ്റി വെല്ലാണ് കേട്ടോ. നമുക്ക് ഒരു വെല്ല് അവിടെ കാണാം. അതിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആഴം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല കേട്ടോ. പക്ഷെ അത് മിറർ എഫക്റ്റാണ്. മിറർ വെച്ചിട്ട് അതിൻ്റെ റിഫ്ലക്ഷനാണ് ആക്ച്വലി അത് കേട്ടോ. പിന്നെ ഇത് ഒരു സെക്ഷനേ ആയുള്ളൂ കേട്ടോ. അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് ഒരുപാട് ഐറ്റംസ് കാണാനുണ്ടായിരുന്നു. കാരണം ഓരോ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന ലാംപ്സ്, അതുപോലെ ഗ്ലാസ് പോട്ടുകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. മാറ്റ്സ്, പണ്ട് കാലങ്ങളിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന മാറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൽ കുറേ അമൂല്യമായിട്ടുള്ള സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടേക്കൊന്നും നമുക്ക് ക്യാമറ അലോഡേ അല്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാം കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റായി. പിന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഹോട്ടലിൽ കയറി കേട്ടോ. ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ബിരിയാണിക്ക് ഭയങ്കര ഫേമസ് ആണല്ലോ ഹൈദരാബാദ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനും കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ചാർമിനാറിലേക്കാണ് കേട്ടോ പോയത്. ഭയങ്കര തിരക്കായിരുന്നു. താഴെയൊക്കെ ഒരുപാട് ഐറ്റംസ് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് പോയി. 25 റുപ്പീസ് എങ്ങാണ്ടാണ് ടിക്കറ്റിന് വരുന്നത്. മീനൂട്ടി എല്ലാ സ്റ്റെപ്പുകളും ഇതേപോലെ കയറുക തന്നെ ചെയ്തു കേട്ടോ. ആൾ തനിച്ച് കയറാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത് ഞങ്ങൾ മുകളിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസും അതുപോലെ വീഡിയോസൊക്കെ എടുത്തു. നല്ല കാറ്റായിരുന്നു കേട്ടോ മുകളിൽ. പർച്ചേസിങ്ങിന് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. കുറേ കടകളും അതുപോലെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ താഴോട്ട് ഇറങ്ങിട്ടോ. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. മീനൂട്ടി നടക്കുക തന്നെ ചെയ്തു കേട്ടോ. ഇറങ്ങുമ്പോഴും ആൾ നടന്നിട്ട് തന്നെയാണ് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ രാത്രി ഒരു ഫിലിമും കൂടെ കണ്ടിട്ട് അന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഏട്ടൻ ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നാളെ നമ്മൾ പോകുന്നത് ഫിലിം സിറ്റിയിലേക്കാണ്, രാമോജി ഫിലിം സിറ്റിയിലേക്കാണ്. പക്ഷെ നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. കുറച്ച് വീഡിയോസ് എടുത്തില്ലെങ്കിലും വീഡിയോ ഇട്ട് വന്നപ്പോൾ ലെങ്തി ആയി. അപ്പോൾ ഒരുപാട് ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ രാമോജി ഫിലിം സിറ്റിയിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ എന്നും പറയാറുള്ളത് പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ രാമോജി ഫിലിം സിറ്റിയിലെ വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.